ലാലിനെ ഫോൺ ചെയ്യുകയാണ് ദീപ. ദീപ പറയുകയാണ്, അമ്മ കാര്യങ്ങളൊക്കെ വന്ന് പറഞ്ഞു. തെറ്റിദ്ധാരണ ഉണ്ടായാൽ അതുടനെ മാറ്റണം. അതുകൊണ്ടാണ് ഞാനെല്ലാം ദീപയോട് തുറന്നു പറഞ്ഞത്. ഒരുപാട് നന്ദിയുണ്ട് ലാലേട്ട. അതിനെന്തിനാണ് നന്ദി പറയുന്നത്? എനിക്ക് ദീപയെ വേണം. അതിനുവേണ്ടി എന്ത് റിസ്ക് എടുക്കാനും ഞാൻ തയ്യാറാണ്. അത്യാവശ്യം ബിസിനസ് ഒക്കെ നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയാണ്. അതുകൊണ്ട് കുറച്ച് പണം മറിക്കാൻ വലിയ പാടൊന്നും ഇല്ല. പണമെന്ന് പറയുന്നത് വെറുതെ കൂട്ടിവെച്ചിട്ട് വലിയ കാര്യമൊന്നും ഇല്ലല്ലോ. അത് ആർക്കെങ്കിലുമൊക്കെ പ്രയോജനപ്പെടണം. എന്റെ ഭാര്യയായി ദീപയെ കൊണ്ടുവരാൻ ഞാൻ കുറച്ച് പണം മുടക്കുന്നു. അതെന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നഷ്ടമല്ല, ഒരു നേട്ടം തന്നെയാണ്. ദീപ സന്തോഷത്തോടു കൂടി ചോദിക്കുകയാണ്, എന്നെ ഇത്രയ്ക്ക് സ്നേഹിക്കാൻ മാത്രം എനിക്ക് എന്ത് പ്രത്യേകതയാണ് ഉള്ളത്? തന്റെ പ്രത്യേകത എന്താണെന്ന് തനിക്കറിയില്ല. പക്ഷെ അതേപ്പറ്റി എനിക്ക് നല്ല ബോധമുണ്ട്. പിന്നെ എന്റെ അമ്മയുടെ സ്വഭാവം ഏറെക്കുറെ മനസ്സിലായല്ലോ. അതാണ് ദീപയുടെ മുന്നിലുള്ള വെല്ലുവിളി. ദീപ പറയുകയാണ്, അതാണ് എന്റെ ഒരു ടെൻഷൻ. അമ്മ സത്യങ്ങൾ തിരിച്ചറിഞ്ഞാൽ പിന്നെ എനിക്കവിടെ പിടിച്ചു നിൽക്കാൻ പറ്റുമോ? അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട. തന്റെ മനസ്സ് നല്ലതാണ്. അതുകൊണ്ടെല്ലാം അനുകൂലമായിട്ടേ വരൂ. അമ്മ പറഞ്ഞു. ലാലേട്ടന്റെ അമ്മ പറഞ്ഞത് എങ്ങനെയെങ്കിലും കൊടുക്കണമെന്ന്. ലാൽ ചോദിക്കുകയാണ്, അത് ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞല്ലോ. അതുകൊണ്ടാണ് അമ്മയ്ക്ക് അതൊക്കെ തരണമെന്ന് വലിയ വാശിയായത്. അതിനുവേണ്ടി റിസ്ക് എടുക്കരുതെന്ന് അമ്മയോട് പറയണം. ഇപ്പോൾ കുറച്ച് സ്വർണം തന്നാലും അത് താൻ അണിഞ്ഞുകൊണ്ട് എന്റെ ഒപ്പമല്ലേ വരുന്നത്. പിന്നെന്താ കുഴപ്പം? ദീപ പറയുകയാണ്, എന്തോ അമ്മ അങ്ങനെ പറഞ്ഞു. അത് വേണ്ട ദീപേ. അമ്മ ഇനി പണം ഉണ്ടാക്കാൻ വേണ്ടി ഓടി നടക്കണ്ടെന്ന് പറയണം. കൈക്കൂലി വാങ്ങാത്ത ഒരു വില്ലേജ് ഓഫീസർക്ക് എത്രമാത്രം വരുമാനമുണ്ടാകുമെന്ന് എനിക്കറിയാം. പോരാത്തതിനിപ്പോൾ സസ്പെൻഷനിലുമാണല്ലോ. എല്ലാം ശരിയാവുമെടോ. നമ്മൾ ഒന്നിക്കേണ്ടവരാണ്. അതിനു വേണ്ടിയിട്ടാണ് ഓരോരോ സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായത്. എന്നാലിനി രാത്രി വിളിക്കാം. താൻ ധൈര്യമായിട്ടിരുന്നോ. എന്റെ ജീവിതത്തിൽ ഒരു പെണ്ണുണ്ടെങ്കിൽ അത് താൻ തന്നെയാണ്. അതിനി തർക്കമൊന്നുമില്ല. ശരിയെന്നും പറഞ്ഞ് ഫോൺ വയ്ക്കുകയാണ് ജയലാൽ. പിന്നീട് ജയലാൽ കാറിൽ കയറാൻ തുടങ്ങുമ്പോൾ പെട്ടെന്ന് വണ്ടി കൊണ്ടുവന്ന് നിർത്തുകയാണ് ബിനു. ബിനു ചോദിക്കുകയാണ്, ഹലോ ചേട്ടാ, ചേട്ടനല്ലേ ആദ്യ ചേച്ചിയുടെ ചേച്ചിയെ കെട്ടാൻ പോകുന്നത്? അതെ, എന്നെ പരിചയമുണ്ടോ? ജയലാൽ പറയുകയാണ്, എവിടെയോ കണ്ടതുപോലെ. അത് കൊള്ളാം. ഇന്നലെ കണ്ട ആളെ ഇന്നങ്ങ് മറന്നോ? ഇന്നലെ ചേട്ടനും അമ്മയും കൂടി കാറിൽ വരുമ്പോഴേ നമ്മുടെ ബുള്ളറ്റിൽ തട്ടാൻ പോയതും ചേട്ടന്റെ അമ്മ ഇറങ്ങി ഞങ്ങളുടെ കരണക്കുറ്റിക്ക് അടിച്ചതൊക്കെ ഓർമ്മയില്ലേ? ഓഹോ, ഇപ്പോൾ ഓർക്കുന്നു. ജഗന്റെ കൂടെ വന്ന ആളല്ലേ? ഇന്നലെ ചേട്ടനെ കണ്ടതുകൊണ്ടാണ് അമ്മയെ അങ്ങ് വെറുതെ വിട്ടത്. അല്ലെങ്കിലും ജഗണ്ണൻ പെണ്ണുങ്ങളുടെ ദേഹത്ത് കൈവയ്ക്കില്ല. പക്ഷെ ഇന്നായിരുന്നെങ്കിൽ നിങ്ങളുടെ അമ്മയ്ക്ക് രണ്ടെണ്ണം കിട്ടിയേനെ. ഞാൻ അണ്ണനുമായിട്ട് സംസാരിച്ചിട്ടാണ് ഇപ്പോൾ വരുന്നത്. അപ്പോഴാണ് നിങ്ങളെ കണ്ടത്. നിങ്ങളൊരു മാന്യനാണെന്നാണ് ദിയ ചേച്ചി പറഞ്ഞത്. പക്ഷെ ഇപ്പോൾ സ്ത്രീധനമൊക്കെ വേണം അല്ലേ ആ പെങ്കൊച്ചിനെ കല്യാണം കഴിക്കാൻ? അതൊക്കെ സോൾവ് ആയി എന്ന് പറയുകയാണ് ജയലാൽ. സോൾവ് ആക്ക് ചേട്ടാ, ഇല്ലെങ്കിൽ ഗുരുതരമായ തിരിച്ചടികൾ ഉണ്ടാകും. ജഗണ്ണൻ നിങ്ങൾ കരുതുന്നത് പോലെ ഒരു വാടക ഗുണ്ടയൊന്നും അല്ല. ഞങ്ങൾ ആരും അങ്ങനെയൊന്നുമല്ല. പിന്നെ ഞങ്ങൾ ആരെങ്കിലും സ്നേഹിച്ചാലുണ്ടല്ലോ, അവരെ ചങ്കിനകത്ത് വെച്ച് നടക്കും. അവർക്കെന്തെങ്കിലും ഒരു ആപത്ത് വന്നാൽ, അവരുടെ കണ്ണൊന്ന് നനഞ്ഞാൽ അത് പിന്നെ ഞങ്ങളുടെ സ്വന്തം കാര്യമായിട്ട് അങ്ങെടുക്കും. പിന്നെ ആരാണോ പ്രതികൾ അവരെ കരയിച്ചിട്ടേ ഞങ്ങൾ അടങ്ങൂ. ജലാൽ പറയുകയാണ്, ഞാനും അമ്മയും കൂടി ദീപയുടെ വീട്ടിൽ പോയപ്പോൾ നടന്ന സംഭവങ്ങൾ മാത്രമേ നിങ്ങൾക്കറിയൂ. അതിനുശേഷവും ചിലത് സംഭവിച്ചിട്ടുണ്ട്. അത് ദിയ തന്നെ നിങ്ങളോട് പറഞ്ഞോളും. ബിനി ചോദിക്കുകയാണ്, അല്ല ഒന്ന് ചോദിച്ചോട്ടെ, ശരിക്കും നിങ്ങളുടെ കെട്ട് നടക്കുമോ? ഞാൻ ജീവനോടെ ഉണ്ടെങ്കിൽ അത് നടന്നിരിക്കും. എല്ലാം ശരിയായി മുന്നോട്ട് പോവുകയാണെങ്കിൽ ചേട്ടന്റെ ജീവനൊന്നും സംഭവിക്കില്ല. ചേട്ടൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ അണ്ണന്റെ നമ്പർ ഉണ്ടല്ലോ, ഒന്ന് വിളിച്ചാൽ മതി. പിന്നെ ബുദ്ധിമുട്ടിപ്പിക്കുന്നവൻ അങ്ങ് ത്രിശങ്കു സ്വർഗത്തിലാണ്. ലാൽ ചോദിക്കുകയാണ്, അല്ല എന്താ പേര് പറഞ്ഞത്? ബിനു. അട്ട ബിനു എന്ന് പറഞ്ഞാലേ എല്ലാവരും അറിയോ? എന്നാൽ ശരിയേട്ടാ, കാര്യങ്ങളെല്ലാം നന്നായിട്ട് നടക്കട്ടെ. പിന്നെ ആ പെങ്കൊച്ചുങ്ങളെ കരയിപ്പിച്ചാൽ കാര്യമൊക്കെ ഗുലുമാലാകും. പിന്നെ ചേട്ടന് വീട്ടിൽ കിടന്നുറങ്ങാൻ പറ്റില്ല. ജഗണ്ണനെ സ്നേഹിക്കുന്നവരെ ഓർക്കുന്നവരെ ഉറക്കാനും നല്ല മിടുക്കാണ്. പിന്നീട് ജയലാൽ രാഗിണിയുടെ അടുത്തേക്ക് വരികയാണ്. ജയലാലിന്റെ മുഖത്തെ സന്തോഷം കണ്ട് രാഗിണി ചോദിക്കുകയാണ്, എന്താ നിനക്ക് ഇത്ര സന്തോഷം? അവരെല്ലാ ഡിമാൻഡും അംഗീകരിച്ചു. അമ്മ പറഞ്ഞതെല്ലാം. 101 പവനും 25 ലക്ഷം രൂപയും തരാമെന്ന് ദീപയുടെ അമ്മ എന്നെ വിളിച്ചു പറഞ്ഞു. സ്ത്രീധനം ചോദിച്ച സമയത്ത് അവരുടെ മുഖത്തെ മാറ്റം ഞാൻ ശ്രദ്ധിച്ചതാണ്. ആ നേരത്തെ അവരുടെ മട്ടും ഭാവവും ഞാൻ മറന്നിട്ടില്ല. ഇന്നത്തെ കാലത്ത് സ്ത്രീധനം ചോദിക്കുന്നത് ആർക്കും ഇഷ്ടമല്ലമ്മേ. പെൺകുട്ടികൾക്ക് കൊടുക്കേണ്ടത് അവരുടെ വീട്ടുകാര് അറിഞ്ഞു കൊടുക്കും. അതാണ് പതിവ്. ദേഷ്യപ്പെട്ട് രാഗിണി പറയുകയാണ്, നിർത്ത്. കൊടുത്തില്ലെങ്കിലേ കല്യാണാലോചനയുമായിട്ട് ചെല്ലുമ്പോൾ ചെക്കന്റെ കൂടെ വരുന്ന ചില കാരണവന്മാർ പറയാറുണ്ട്, എന്തേലും കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അറിഞ്ഞു കൊടുക്കാൻ. എന്നിട്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യം പറയുമ്പോഴോ അത് പോരാന്നും പറഞ്ഞ് അമ്മാവന്മാർ ഒരു വിലപേശലുണ്ട്. അതിനൊന്നും ഞാനില്ലടാ മോനെ.
പറയാനുള്ളത് ഞാൻ അർത്ഥമുറിച്ച് പറയും. ഇതിനൊരു മാറ്റവുമില്ല. ഏതായാലും ഇപ്പോൾ നിന്റെ വിഷമം മാറിയല്ലോ. നീയും ഞാനും ആഗ്രഹിച്ചതുപോലെ കാര്യങ്ങൾക്കൊരു നീക്കുപോക്കുണ്ടായി. ഇനിയിപ്പോ എടുപിടിന്ന് കല്യാണം നടക്കണം. ഞാൻ തിരിച്ച് ജയിലിലേക്ക് പോകുന്നതിന് മുൻപേ. അമ്മയെന്നും പറഞ്ഞ് ജയിലാൽ പോകാൻ തുടങ്ങുമ്പോൾ രാഗിണി പറയുകയാണ്, പറഞ്ഞു തീർന്നില്ല. കല്യാണം കഴിഞ്ഞാൽ ഉടനെ തന്നെ ഞാൻ തിരിച്ചു പോകുമെന്ന് പറഞ്ഞില്ലേ? എന്ന് വെച്ചാൽ മൂത്ത മരുമോളെ പോലെ ഇളയ മരുമോള് ഇവിടെ വരുമ്പോൾ ഞാനിവിടെ കാണില്ല. ആ സമയത്ത് ആരും അവളെ അധികം കൊഞ്ചിക്കരുത്. അങ്ങനെ ചെയ്താൽ പിന്നെ ഞാൻ വരുമ്പോൾ കാര്യങ്ങൾ കൂടുതൽ ബുദ്ധിമുട്ടാകും. ഇപ്പോഴത്തെ വീട്ടുജോലിയൊക്കെ ചെയ്യാൻ നിന്റെ അച്ഛനുണ്ട്. അച്ഛനെ സഹായിക്കാൻ പറയണം. ഇതൊക്കെ കേട്ട് ജയലാൽ പറയുകയാണ്, എനിക്കൊരു ആഗ്രഹമുണ്ടമ്മേ. എന്താണാവോ? ഇവിടന്ന് ഏതാണ്ട് 10-40 കിലോമീറ്റർ ദൂരമുണ്ട് ഓഫീസിലേക്ക്. ഞാൻ കുറച്ചു തരണോ? അല്ലമ്മേ, ഷോറൂമിൽ ദീപയെ കൂടി നിർത്താൻ കഴിഞ്ഞാൽ എനിക്ക് വലിയ സഹായമായിരുന്നു. MSc ഫിസിക്സ് ആണ്, പഠിപ്പുള്ളവളാണ്. അത് കേട്ട് രാഗിണി ചോദിക്കുകയാണ്, മറ്റവളുണ്ടല്ലോ, എന്റെ മൂത്ത മോന്റെ കെട്ടിയോള്, എന്താ അവളുടെ പേര്? എന്ന് ജയലാൽ പറയുമ്പോൾ രാഗിണി പറയുകയാണ്, ആ പേര് എനിക്കറിയാം, ഒരിക്കലും മറക്കില്ല. പക്ഷേ ആ പേര് പറയാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് എന്നെ കൊണ്ട് പറയിപ്പിച്ചത്. അവൾക്ക് എന്തായിരുന്നു വിദ്യാഭ്യാസം? MCom ആണല്ലോ. അതുപോലെ ഇവൾ MSc ഫിസിക്സ്. അതുകൊണ്ട് കൊമ്പ് മുളയ്ക്കുമോ? അതല്ല, പെൺകുട്ടികൾ വീട്ടിലിരുന്ന് മുഷിയുമല്ലോ. മുഷിയാതിരിക്കാനാണ് വീട്ടുജോലി ചെയ്യാൻ ഞാൻ പറഞ്ഞത്. പിന്നെ എന്തേലും ഗവൺമെന്റ് ജോലി കിട്ടുകയാണെങ്കിൽ അന്നേരം പറയാം അതിന് പോകണമോ വേണ്ടയോ എന്ന്. വീട്ടിനകത്ത് പെണ്ണുങ്ങളില്ല, പ്രത്യേകിച്ച് ഞാനില്ലാത്തപ്പോൾ. ഗംഗയെല്ലാം ചെയ്യുമല്ലോ, കൂടെ നിന്നാൽ മതിയല്ലോ. പിന്നെ വൈകുന്നേരം നീ വരികയും ചെയ്യും. എല്ലാ ദിവസവും ഞാൻ വരില്ലല്ലോ അമ്മേ, ചില ദിവസം അവിടെ തന്നെയാണ് തങ്ങുന്നത്. ആ ദിവസങ്ങളിൽ അവൾ ഇവിടെ തങ്ങും. നിങ്ങൾക്കിതുപോലെ പല പല ആഗ്രഹങ്ങളും ഉണ്ടെന്നിരിക്കും. പക്ഷേ അത് വേണ്ട, ഞാൻ ആഗ്രഹിച്ചോളാം, നിനക്കും കൂടി വേണ്ടി. ഇപ്പോൾ ഇഷ്ടപ്പെട്ട പെണ്ണിനെ കിട്ടി, എന്നാൽ പിന്നെ ഇഷ്ടം പോലെ അങ്ങ് ജീവിക്കാമെന്നൊന്നും കരുതേണ്ട. മനസ്സിലായോ എന്ന് ചോദിക്കുമ്പോൾ ജയലാൽ പറയുകയാണ്, മനസ്സിലായി, പറഞ്ഞെന്നേ ഉള്ളൂ. രാഗിണി പറയുകയാണ്, അതിനുള്ള മറുപടിയും ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഇതുപോലുള്ള കാര്യങ്ങളും പറഞ്ഞ് എന്റെ അടുത്തേക്ക് വരരുത്. എന്നാൽ ഈ കല്യാണം പോലും ഞാൻ വേണ്ടാന്ന് വെക്കും. കല്യാണത്തിന് മുൻപേ തലയണ മന്ത്രം തുടങ്ങി. കല്യാണ ശേഷം ആദ്യം ഷോറൂമിലേക്ക്, പിന്നെ ഒരു വീടെടുത്ത് അവിടെ രണ്ടാളും അങ്ങ് താമസിക്കും. ഇതൊക്കെയാടാ ഇന്നത്തെ കാലത്ത് എല്ലാ പെൺകുട്ടികളുടെയും മനസ്സിൽ. അത് ഈ വീട്ടിൽ നടക്കത്തില്ല. അവർ ഡിമാൻഡ്സ് ഒക്കെ അംഗീകരിച്ചത് കൊണ്ട് ഈ കല്യാണം ഞാൻ സമ്മതിച്ചിരിക്കുന്നു. ശരി അമ്മയെന്നും പറഞ്ഞ് വീണ്ടും ജയലാൽ പോകുമ്പോൾ രാഗിണി വിളിക്കുകയാണ്, ജയ, നിന്റെ 4 മക്കളെയും ഞാൻ നന്നായി കഷ്ടപ്പെട്ടാണ് വളർത്തിയത്. മിലിറ്ററിക്കാരനായ നിന്റെ അച്ഛനെ ചൊൽപ്പടിക്ക് നിർത്തി പൈസയൊക്കെ അനാവശ്യമായി കളയാതെ എല്ലാം കൂട്ടിവച്ച് നിന്നെയൊക്കെ ഒരു നിലയിലാക്കിയത് ഈ ഞാനാണ്. ഇനിയിപ്പോൾ ആരോഗ്യമൊക്കെ ക്ഷയിച്ചു തുടങ്ങുന്ന സമയമാണ്. ആ സമയത്ത് തോട്ടില് പൊടിയുമൊക്കെ തട്ടിക്കളഞ്ഞ് എല്ലാവരും അങ്ങ് പോയാൽ ഈ വീട് അനാഥമായി പോകും. മനസ്സിലായോ? മനസ്സിലായമ്മേ, അമ്മ പറയുന്നത് പോലെ ഞാൻ കേൾക്കാം. പിന്നീട് കാണിക്കുന്നത് റോഡിൽ ദിയെ വെയിറ്റ് ചെയ്തിരിക്കുന്ന ജഗനെയാണ്. ദിയയുടെ സന്തോഷം കണ്ട് ജഗൻ ചോദിക്കുകയാണ്, ഇന്ന് വലിയ സന്തോഷത്തിലാണല്ലോ. ഇന്നലെ കണ്ടപ്പോഴുള്ള ശോകമൊന്നും മുഖത്തില്ല. നല്ല കാര്യങ്ങൾ നടക്കുമ്പോൾ അത് മുഖത്തും റിഫ്ലക്ട് ചെയ്യും. അപ്പോ നല്ല കാര്യം എന്തോ നടന്നു എന്ന് അർത്ഥം അല്ലേ? എന്റെ ചേച്ചിയുടെ കല്യാണം നടക്കും, വരൻ ലാലേട്ടൻ തന്നെ. ജഗൻ ചോദിക്കുകയാണ്, അപ്പോ അയാളുടെ അമ്മ പറഞ്ഞ സ്ത്രീധനമൊക്കെ കൊടുക്കാമെന്ന് സമ്മതിച്ചോ? സമ്മതിച്ചു, പക്ഷെ ഞങ്ങളല്ല, ലാലേട്ടൻ എന്ന് പറയുകയാണ് ദിയ. കിട്ടുന്നില്ല അല്ലേ? വരൻ നേരിട്ട് വധുവിന്റെ അമ്മയെ വിളിച്ചു. എന്നിട്ട് വരന്റെ അമ്മ ആവശ്യപ്പെട്ടതൊക്കെ അയാൾ കൊടുക്കാമെന്ന് പറഞ്ഞു. ഓഹോ, അത് കൊള്ളാമല്ലോ. ദിയ പറയുകയാണ്, ഞാനും ഇതുപോലെ കേട്ടപ്പോൾ അമ്പരന്ന് പോയി. അമ്മയും ചേച്ചിയും ഒക്കെ വലിയ സന്തോഷത്തിലാണ്. ഇപ്പോ എന്തൊക്കെ വിറ്റുപെറുക്കിയിട്ടായാലും ലാലേട്ടന്റെ അമ്മ ചോദിച്ചത് കൊടുക്കണമെന്നാണ് അമ്മ പറയുന്നത്. അയാളുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ വാങ്ങിയിട്ട് അത് തന്നെ സ്ത്രീധനമായിട്ട് കൊടുക്കുന്നത് ശരിയല്ലല്ലോ ചേട്ടാ. അയാൾ അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ തന്നെ ചെയ്യണം. ഞാൻ പറഞ്ഞില്ലേ ദീപയോട് നടക്കുമെന്ന്. ദിയ പറയുകയാണ്, അതിനിടയിലും ചെറിയ ചെറിയ തടസ്സങ്ങളുണ്ട്. ദീപേച്ചിക്ക് സംഭവിച്ചതെങ്ങാനും ലാലേട്ടൻ അറിഞ്ഞാൽ കല്യാണം മുടങ്ങും. ജയലാല് തന്റെ ചേച്ചിക്ക് വിധിച്ച പയ്യൻ തന്നെയാടോ. അതുകൊണ്ടാണ് പൊട്ടിപ്പോയെന്ന് കരുതിയ ബന്ധം വീണ്ടും തിരിച്ചു വന്നത്. അയാളുടെ ആവശ്യം ദിയയുടെ ചേച്ചിയാണ്, അല്ലാതെ നിങ്ങൾ കൊടുക്കുന്ന പൊന്നും പണവുമൊന്നും അല്ല. ഇപ്പോഴത്തെ മാനസികാവസ്ഥയിൽ പെണ്ണിന്റെ കൈ പിടിക്കുന്ന ഒരാള് ആ പിടുത്തം പിന്നീട് വിടില്ല. ഇപ്പോ എന്റെ ചേച്ചിയെക്കാളും കൂടുതൽ ആശ്വാസം അമ്മയ്ക്കാണ്. ജഗൻ പറയുകയാണ്, ഇനിയിപ്പോൾ എഡ്ബിഡിന്നങ്ങ് കല്യാണം നടത്തണം. നിശ്ചയം പോലും ഇല്ലാതെ നടത്താനാണ് തീരുമാനം. കരോള് കഴിഞ്ഞ് ലാലേട്ടന്റെ അമ്മയ്ക്ക് പോവുകയും വേണമല്ലോ. കല്യാണത്തിന് ഞങ്ങളെയൊക്കെ വിളിക്കുമോ? ഞങ്ങളുടെ പേര് മോശമാണ്, അത്തരക്കാർ ചടങ്ങിന് വന്നാൽ മോശമാകുമോ? ഇതിലൊരു തോന്നലും വേണ്ട.
അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഈ പൊതുസ്ഥലത്ത് വെച്ച് ഞാൻ ചേട്ടനെ കാണുമായിരുന്നോ, സംസാരിക്കുമായിരുന്നോ? പിന്നെ ചേട്ടന് ഗുണ്ട എന്ന പേരുള്ളത് കൊണ്ട് അമ്മയ്ക്ക് ചെറിയൊരു നീരസമുണ്ട്. അത് അത്ര ചെറിയ നീരസമൊന്നും അല്ല എന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാനും അട്ടയും ആ പരിസരത്തോട്ട് അടുക്കുന്നില്ല. എങ്കിലും എന്ത് സഹായം വേണമെങ്കിലും പറയാം. വിളിച്ചാൽ വിളിപ്പുറത്താണ്. അതുപോലെ ഈ കല്യാണം മുടക്കാൻ വേണ്ടി മറ്റാരെങ്കിലും എന്തെങ്കിലും വിദ്യ പ്രയോഗിച്ചാൽ അത് ആ സ്പോട്ടിൽ തന്നെ എന്നെ അറിയിക്കണം. എന്നെയൊക്കെ അടിച്ചൊതുക്കിക്കോളാം, അവന്റെയൊക്കെ നാവടപ്പിച്ചോളാം. എങ്കിൽ ശരിയേട്ടാന്ന് പറയുകയാണ് ദിയ. എന്നാൽ കുറച്ചപ്പുറത്ത് ദിയ ജഗനോട് സംസാരിക്കുന്നതൊക്കെ ദേഷ്യത്തോടെ നോക്കി നിൽക്കുകയാണ് രചന. പിന്നീട് ദീപയോട് സംസാരിക്കുകയാണ് വിജയകുമാർ. മോളെ, ഇപ്പോൾ 101 പവന് ഇപ്പോഴത്തെ വിലയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു 10-45 ലക്ഷം രൂപയെങ്കിലും വേണ്ടിവരും. 45 പോയിട്ട് ഒരു 10 ലക്ഷം രൂപയെങ്കിലും എടുക്കാൻ നിന്റെ അമ്മയുടെ കയ്യിലുണ്ടോ? പ്രത്യേകിച്ച് സസ്പെൻഷനിലായ സാഹചര്യത്തിൽ. ഇല്ലെന്ന് അച്ഛൻ അറിയാമല്ലോ. അച്ഛനും അറിയാം, നിനക്കും അറിയാം. പിന്നെ എവിടെ നിന്നെടുത്തിട്ടാണ് ഈ 101 പവൻ എടുത്തിട്ട് ഈ കല്യാണം നടത്തുന്നത്? അതിനെ പറ്റിയൊന്നും എനിക്കറിയില്ല അച്ഛാ. അറിയണം, നീ അറിയണം. അത് വെറുതെ 101 പവനൊക്കെ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് മുക്കുവണ്ടം അവസാനം എടുത്തു കൊടുത്താൽ പോയ വേഗത്തിൽ തന്നെ ഇവിടേക്ക് തിരിച്ചു വരും. അങ്ങനെ ഒരിക്കലും അമ്മ ആരെയും ചീറ്റ് ചെയ്യില്ല. ആര് പറഞ്ഞു ചീറ്റ് ചെയ്യില്ലാന്ന്? കല്യാണം കഴിഞ്ഞ നാൾ മുതൽ അവൾ എന്നെ ചീറ്റ് ചെയ്യുകയാണ്. അമ്മ എന്ത് ചെയ്തെന്നാണ് അച്ഛൻ ഈ പറയുന്നത്? അച്ഛന് തോന്നുന്ന സമയത്ത് ഇവിടുന്ന് പോകുന്നു, വരുന്നു. ആ സമയത്ത് അച്ഛന് ഇഷ്ടപ്പെട്ടതൊക്കെ അമ്മ വെച്ച് വിളമ്പി തരുന്നില്ലേ? വിജയകുമാർ പറയുകയാണ്. തരുന്നു തരുന്നു, ഓരോരോ കുത്തുവാക്കുകൾ പറഞ്ഞുകൊണ്ട്. അല്ലാതെ നല്ല മനസ്സോടുകൂടി അവൾ എന്തെങ്കിലും എനിക്ക് വച്ചു വിളമ്പി തന്നിട്ടുണ്ടോ? എന്ന് വെച്ചാൽ കഴിക്കാനിരിക്കുന്ന സമയത്ത് പോലും അച്ഛനമ്മയെ കുറ്റപ്പെടുത്തുവല്ലേ? ദീപേ, നീ നാളെ ഒരു ഭാര്യയാകാൻ പോകേണ്ട പെൺകുട്ടിയാണ്. നിന്റെ അമ്മയുടെ സ്വഭാവം അതേപടി പകർത്തിക്കൊണ്ടു പോയാൽ പിന്നെ നിനക്ക് ഒരിക്കലും നേരെ ചൊവ്വേ നിന്റെ ഭർത്താവിന്റെ വീട്ടിൽ ജീവിക്കാൻ ഒക്കുകയില്ല. ഇവിടെ പെണ്ണ് കാണാൻ വന്നപ്പോൾ ജയലാലിന്റെ അമ്മയെ നിനക്ക് ശരിക്കും മനസ്സിലായതാണല്ലോ. അവരെ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാത്ത ആളാണ്. ഞാൻ ആരോടും വഴക്കിനൊന്നും പോകാറില്ലല്ലോ അച്ഛാ. മോള് വഴക്കിന് പോയില്ലെങ്കിലും മോൾക്കൊരു ചീത്തപ്പേരുണ്ടായി പോയി. അതിപ്പോ സദാനന്ദനും മോനും ചതിച്ചതാണെന്നിരിക്കട്ടെ. എന്തായാലും പലരും അത് കണ്ടു കഴിഞ്ഞു. അതുകൊണ്ട് കല്യാണം നടക്കുന്നത് വരെ അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നെഞ്ചിടിപ്പാണ്. അതുകൊണ്ട് 101 പവനൊക്കെ കൊടുക്കുന്നതിന് മുമ്പ് മോൾക്കുണ്ടായ അപകടത്തെ പറ്റി പറയണമെന്നാണ് അച്ഛൻ പറയുന്നത്. ഇവ ചോദിക്കുകയാണ്. ജയലാലേട്ടന് എല്ലാം അറിയാമല്ലോ. മോളെ, അവന്റെ വീട് നിയന്ത്രിക്കുന്നത് അവന്റെ അമ്മയാണ്. അവന്റെ അച്ഛന് പോലും ആ വീട്ടിൽ ഒരു വോയിസും ഇല്ലെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അങ്ങനെ ഉള്ളപ്പോൾ അവന്റെ അമ്മ എല്ലാം അറിയണ്ടേ? അരോള് കഴിഞ്ഞ് അമ്മയങ്ങ് ജയിലിൽ പോകും. ഇടവർ ഇതെങ്ങാനും അറിഞ്ഞാലുണ്ടല്ലോ, മൂത്ത മരുമോളുടെ തലയടിച്ചു പൊട്ടിച്ചതുപോലെ നിന്റെ തലയും അടിച്ചു പൊട്ടിച്ചായിരിക്കും പിന്നീട് അവർ ജയിലിൽ പോകുന്നത്. ഒരിക്കൽ ജയിലിൽ കിടന്നാൽ പിന്നെ ആ അറപ്പങ്ങ് മാറും. നിന്റെ തലയടിച്ചു പൊട്ടിച്ചാൽ ഏറിയാൽ ഒരു 4-5 വർഷം കൂടി കിടക്കേണ്ടി വരും. അതവർക്ക് നന്നായിട്ടറിയാം. ഒന്നും അമ്മ അറിയരുതെന്നാണ് ജയലാലേട്ടൻ പറയുന്നത്. വിജയകുമാർ പറയുകയാണ്. അതവന്റെ സ്വാർത്ഥതയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവൻ നിങ്ങളൊക്കെ കരുതുന്ന പോലെ അത്ര നല്ലവനല്ലെന്ന്. നീ ഒന്ന് ആലോചിച്ച് നോക്ക്. അമ്മയെ സ്നേഹിക്കുന്നവൻ അമ്മയെ മറച്ചു വെച്ചുകൊണ്ട് ഈ കല്യാണം നടത്താൻ സമ്മതിക്കുമോ? അച്ഛൻ എന്തിനാ എല്ലാം ഇങ്ങനെ നെഗറ്റീവായിട്ട് മാത്രം ചിന്തിക്കുന്നത്? അച്ഛൻ നെഗറ്റീവായി ചിന്തിക്കുന്നതല്ല മോളെ. ഈ കല്യാണം നടന്നു കഴിഞ്ഞാൽ നിനക്ക് നിന്റെ ഭർത്താവിന്റെ വീട്ടിൽ സ്വസ്ഥത കിട്ടാൻ വേണ്ടി പറഞ്ഞതാണ്. പിന്നെ സത്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആദ്യം ഒരു കൂട്ടര് പെണ്ണാലോചിച്ചു വന്നല്ലോ, അത് തന്നെ വീണ്ടും ചിലപ്പോൾ ആവർത്തിക്കും. അതായത് കല്യാണം നടക്കണമെങ്കിൽ 250 പവനും 1 കോടിയും കൊടുക്കാൻ പറയും. ഇവ ചോദിക്കുകയാണ്. അപ്പോൾ പിന്നെ പറയാതിരിക്കുന്നതല്ലേ നല്ലത്? ഓക്കെ, അപ്പൊ ഞാനായിട്ട് എന്തായാലും ആരോടും പറയുന്നില്ല. അത് നിന്നെ കരുതി മാത്രമാണ്. എങ്കിലും ഇതെല്ലാം വലിയ തലവേദന ഉണ്ടാക്കുമെന്ന് അച്ഛന്റെ മനസ്സ് പറയുന്നു. പിന്നെ എല്ലാം ദൈവത്തിന് വിടാം. ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡ് വിശേഷങ്ങൾ. ഓക്കെ, താങ്ക് യു.